ഹോശന്ന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. വരുന്നതായ രാജ്യം, നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ഹോശന്ന. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി വേർതിരിച്ചിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11 അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളാണ്. അതെ, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ ഈ വേദഭാഗം ധ്യാനിക്കുമ്പോൾ ഒരു ചരിത്ര സംഭവം മാത്രമല്ല കാണേണ്ടത്. പകരം ഈ വചനങ്ങൾ നമ്മുടെ ഇന്നലകളിലും ഇന്നുകളിലും കടന്നു വരേണ്ടതാണ്. ആഘോഷയാത്ര ഉലുവുമലയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ജോലിയിടങ്ങളിലൂടെ, നമ്മുടെ അടുക്കളയിലൂടെ, നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞ ഭയങ്ങളിലൂടെയും ഇന്നും നടന്നു വരുന്നു. അതെ, ഈ ഭാഗത്തിലെ ഓരോ കഥാപാത്രവും ഓരോ ദൃശ്യവും നമ്മൾ തന്നെ അല്ലേ? നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതെ, ശിഷ്യന്മാർ ആ ഗ്രാമം കണ്ടിട്ടില്ല, ആ ഉടമ ആരാണ് എന്ന് അറിയുകയുമില്ല. അവരെ ആരെങ്കിലും തടഞ്ഞാൽ എന്ത് ഉത്തരം പറയുമെന്നും അറിയുകയില്ല. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് മാത്രം അവർ അറിയുന്നു. എന്നിട്ടും അവർ ചെന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവം നമ്മെ ഓരോ ദിനവും ചെല്ലുവിൻ എന്ന് അയക്കുന്നുണ്ട്. ആ ഗ്രാമം ചിലർക്ക് ഒരു നല്ല ബന്ധമുണ്ടാകേണ്ട ഇടമാണ്, മറ്റു ചിലർക്ക് ക്ഷമിക്കേണ്ട ഇടങ്ങളാണ്, ചിലർക്ക് ഉപേക്ഷിക്കേണ്ടതായ ചില ദുശ്ശീലങ്ങളുടെ ഇടങ്ങളാണ്, മറ്റു ചിലർക്ക് ദൈവത്തിലേക്ക് മടങ്ങേണ്ട ആത്മീക ഇടവും ആണ്. എന്നാൽ നാം ഒരുക്കങ്ങൾ ചെയ്ത് കാത്തിരിക്കുകയാണ്. ഒന്ന് ഒരുങ്ങട്ടെ, ഒന്ന് സൗകര്യമാകട്ടെ, ഒന്ന് ഉറപ്പ് കിട്ടട്ടെ. ഇതാണ് നമ്മൾ. ദൈവം ഒരിക്കലും ഉറപ്പ് ആദ്യം നൽകുന്നില്ല, ചുവട് വയ്ക്കുന്നവർക്ക് വഴി കൊടുക്കുന്നു. വിശ്വാസം ഒരു ആലോചനയല്ല, ഒരു ചലനമാണ്. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്ന ചെല്ലുവിൻ എന്ന് പറയുന്ന ആ ഒരിടത്തിലേക്ക് നമുക്ക് പോകുവാൻ തയ്യാറാണോ? നമ്മുടെ രണ്ടാമത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയാണ്. ഈ ഒരൊറ്റ വചനം 2 ആഴമേറിയ ആധ്യാത്മിക സത്യങ്ങളുടെ പ്രതീകമാണ്. ഒന്ന്, പരിശുദ്ധത. ദൈവം ആരാധനയ്ക്ക് ഉപയോഗിക്കപ്പെടുന്ന വസ്തു കളങ്കവും ഊനമില്ലാത്തതും മുഖം വയ്ക്കാത്തതും ആയിരിക്കണമെന്ന് പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. സംഖ്യാപുസ്തകം 19:2. ആരും ഒരിക്കലും ഇത് ദൈവ ഉദ്ദേശത്തിന് മാത്രം വേർതിരിക്കപ്പെട്ട ഒരു ജീവൻ്റെ വിശുദ്ധിയുടെ പ്രതീകമാണ്. രണ്ടാമത്തെ, ദൈവ തിരഞ്ഞെടുപ്പ്. ലോകം ഉപയോഗശൂന്യമെന്ന് ഒഴിവാക്കുന്നതിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഇത് ദൈവ സ്വഭാവത്തിൻ്റെ ആഴമേറിയ പ്രതീകമാണ്. അത് ലോകം ഉപകാരശൂന്യം എന്ന് ഒഴിവാക്കിയ ഏതിടങ്ങളുണ്ടോ, ഏത് ജീവനുണ്ടോ, ദൈവം ഇന്ന് അഭിഷേകം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു എന്ന് വചനം പറയുന്നു. ഇതൊരു രാജകീയ ആരാധനയാണ്. അവനെ പിൻപറ്റിയവരുടെ സമ്പാദ്യത്തിലെ ഒന്നാണ് അവരുടെ വസ്ത്രങ്ങൾ. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ പോലും അവൻ്റെ രാജകീയ വരവിൽ അവന് സമർപ്പിക്കുകയാണ്. അത് ആരാധന ദൈവാലയ ഭിത്തികൾക്കുള്ളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ വഴിയിലുമാണ്. ഇന്ന് നമ്മൾക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഇന്ന് ഞാൻ ചെയ്ത ഒരൊറ്റ ചെറിയ കാര്യം ദൈവ ഇഷ്ടത്തിന് വേണ്ടി ചെയ്തിരുന്നോ എന്ന്. ഹോശന്ന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, ഹോശന്ന എന്നാൽ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ. ഇതൊരു ആഴമേറിയ നിലവിളിയാണ്. അതെ, മിശിഹ കർത്താവിനെ നാം സ്വീകരിച്ച് ആനയിച്ച് നാം ഇന്ന് ഹോശന്ന പറയുകയാണ്. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്, ഞങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കണമേ, ഞങ്ങളുടെ അശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തണമേ. നാം ഇന്ന് ഹോശന്ന പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ
ധ്യാനിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ന് യേശു തമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ആനയിക്കപ്പെടണം. ഇന്നത്തെ ഹോശന്നയുടെ പ്രത്യേകത അതായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ആ ആൾക്കൂട്ടത്തെ പോലെ ഞങ്ങളും ഹോശന്ന വിളിക്കുന്നു. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന രക്ഷയ്ക്ക് വേണ്ടിയല്ല, അങ്ങ് ഉദ്ദേശിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ, കുടുംബങ്ങളിൽ, ബന്ധങ്ങളിൽ, ഭയങ്ങളിൽ, ക്ഷീണങ്ങളിൽ, തോൽവികളിൽ, അങ്ങ് ചെല്ലുവിനെന്ന് വിളിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾ ചോദ്യം ചോദിക്കാതെ ചലിക്കട്ടെ. ഈ ലോകം ഉപകാരശൂന്യമെന്ന് ഒഴിവാക്കിയ ഹൃദയങ്ങളെ, ആരും ഒരിക്കലും ഉപകരണമാക്കാത്ത ജീവനുകളെ അങ്ങ് തിരഞ്ഞെടുക്കണമേ. ഞങ്ങൾ അങ്ങയുടെ ഇഷ്ടത്തിന് ഒഴിഞ്ഞ ജീവനുകൾ ആകട്ടെ. ഞങ്ങളുടെ ഹൃദയ ദേവാലയത്തിൽ ഒരിക്കൽ കൂടി അങ്ങ് കടന്നു വരണമേ. ആമേൻ.